ബൺമസ്കേ ട്രെൻഡ് അല്ലേ? കഴിച്ച ആ സ്ഥാനത്ത് നിങ്ങളെ കൊല്ലാൻ പറ്റൂട്ടോ. അപ്പൊ ശരിയാണ്, ബൺമസ്കൊക്കെ നിങ്ങളെ കൊല്ലാൻ പറ്റും. പക്ഷെ എങ്ങനെ? അത് ബാർജന ഉപയോഗിച്ച് കഴിഞ്ഞാൽ യെസ്, അത് പ്രശ്നം തന്നെയാണ്. ഇപ്പോഴത്തെ കാലം അതാ. അത്യാവശ്യം ചുറ്റുപാടുണ്ടെങ്കിലും കുടുംബത്തിന് തലവേദനയായിട്ട് കുറെ എണ്ണങ്ങളുണ്ടെന്നേ. ഇവനൊക്കെ മുക്കാലിൽ കെട്ടി ചാട്ടവാറിനടിച്ച് നാട് കടത്തണം. നമ്മൾ ഉപയോഗിക്കുന്നത് ഫ്രം ദ സ്റ്റാർട്ട്. നിങ്ങൾ എല്ലാ വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും അമൂലിന്റെ ബട്ടർ. അതെ അതെ, അമൂലിന്റെ ഡിസ്ട്രിബ്യൂട്ടറുടെ മേടിക്കുന്നതും കണ്ടിട്ടുണ്ടാവും, സ്റ്റോക്ക് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും. ഞങ്ങള് പ്യുവർ ബട്ടർ. എന്ത് കാര്യത്തിനാണിത്? ഒരു സുഖം, ഒരു മനസുഖം. അത് ഞങ്ങളുടെ ഒരു ആവറേജ് ഫ്രിഡ്ജ് എപ്പോഴും ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ആക്ച്വലി ഇച്ചിരി അടുക്കി വെച്ചിട്ടാ ഇങ്ങനെ അലങ്കോലമായിട്ടിരിക്കുന്നത്. വീഡിയോയിൽ കാണിക്കാൻ ഭംഗി ഉണ്ടാവാൻ വേണ്ടി കുറച്ച് അടുക്കിയെടുത്ത് വെച്ച്. പക്ഷെ സംഭവങ്ങൾ ഇതാണ്. പിന്നെ മാസ്കർപോൺ ചീസും. പാച്ചേട്ടാ അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. ക്വാളിറ്റി കാര്യത്തിൽ ഞങ്ങൾക്ക് ജസ്റ്റ് ഇതൊന്ന് കാണിച്ചെന്നു തോന്നി. ഇതേപോലെ മാർക്കറ്റിൽ ആൾക്കാർ വേറെ ഇറങ്ങുന്നുണ്ട്, മാർജിനുകൾ ഉപയോഗിക്കുന്നുണ്ട്, പ്രോഫിറ്റ് ഭയങ്കരമായിട്ട് കൂട്ടി സാധനം. ഞാൻ പറഞ്ഞല്ലോ ഒരു അബദ്ധം. അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. ഞങ്ങളുടെ മാർജിൻ പ്രോഫിറ്റ് ഇല്ല, പ്രോഫിറ്റ് മാർജിൻ വെച്ചില്ല. കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫുഡിന്റെ ആദ്യമായിട്ട് ഇറക്കും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമോ നോക്കുന്നുണ്ട്. ഞങ്ങൾ ആദ്യം ഒട്ടും മാർജിൻ ഇല്ലാണ്ട് സ്റ്റാർട്ട് ചെയ്യും. ഇവളാണ് മോനെ ആൺകുട്ടി. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പോകുന്നത്. അപ്പോ അതും ആ ക്വസ്റ്റിന്റെ ആൻസർ ആയില്ലേ? ഇതാണ് ഞങ്ങളുടെ. ഒരുത്തൻ അപകടം പറ്റി ആസ്പത്രി കിടക്കുമ്പോഴല്ല ചെറ്റവർത്താനം പറയല്, മനസ്സിലായോ? ഇനി ഇത് ആവർത്തിക്കരുത്.